ഹായ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഉച്ചയ്ക്കത്തെ പണിയൊക്കെ തുടങ്ങിയോ? ഞാനിവിടെ പനിയായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്കിവിടെ പണിയെടുക്കാതിരിക്കാൻ പറ്റിയല്ലോ. പയ്യെ ഇറങ്ങി. മോൻ ഇന്ന് സ്കൂളിൽ പോയില്ല, അവനും അലർജിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അവനും പോയില്ല. അപ്പം അവനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് പയ്യെ തുടങ്ങി. ഇന്ന് ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. വയ്യ, തലയ്ക്കകത്ത് ഭയങ്കര വേദനയാണ്. പക്ഷെ എന്നെ ചെയ്യാനാ, ജോലി എടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് വേഗം എളുപ്പമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞോ? ഞാൻ വെജിറ്റബിൾ അല്ല ഈ ചോപ്പറിനകത്ത് ഇടുന്നത്, കറണ്ടിൻ്റെ, അതുകൊണ്ട് വലിക്കുകയും വേണ്ട, എളുപ്പം പണിയും ചെയ്യും. ഞാൻ ഉള്ളി ഇപ്പം ആ ഉള്ളിയുടെ ബാക്ക് വശം മുറിച്ച് കളയാതെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഇനി ലാസ്റ്റ് അതങ്ങ് മുറിച്ച് കളയുമ്പോൾ നമുക്ക് കണ്ണിൽ കൂടെ വെള്ളം വരില്ല കേട്ടോ. അത് ശരിയായ കാര്യം തന്നെയാണ്. ഞാനത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയായിരുന്നോ അതങ്ങനെ? അത് നേരെ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ കൂടെ ഭയങ്കരമായിട്ട് വെള്ളം വരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതെടുത്തും കളഞ്ഞാൽ മതിയെന്നേ. ഇതുണ്ടോ, ഇങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഞാനത് അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ സ്വന്തം കറിവേപ്പ് കേട്ടോ. ഞാനിത് നട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ഇടയേ ഉള്ളൂ. അത് അവിടെ ഒരു കറിവേപ്പ് നട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം അത് കുറച്ച് അവിടെ പണി എടുക്കുന്നതുകൊണ്ട് അത് കുറച്ച് പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ട് വളർത്തിയതത്. അങ്ങനെ എൻ്റെ തോരൻ റെഡിയായി. ഇനി ചോറ് വെക്കണം. ചോറ് വെച്ചിട്ട് ഇനി കാണാം കേട്ടോ. പറ്റുന്നില്ല, വേഗം പണിയെല്ലാം തീർത്തിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. എൻ്റെ കറി റെഡിയായി. ഇന്ന് മുട്ടക്കറിയാണ് വെച്ചത്. ഇനി ചോറും കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. മുട്ടക്കറി വെച്ചുകൊണ്ട് ഞാനിന്ന് ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും പിന്നെ കുറച്ച് തോരനും കൂടെ എടുത്തു. കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ് വാവ വരുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം. മോനിവിടെ ഉള്ളതുകൊണ്ട് അവനെ പിടിച്ച് കിടത്തി ഉറക്കണം. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ. വൈകുന്നേരമായി, ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞാനും കുട്ടൂസും വാവയുണ്ട്. വാവ എന്തോ അങ്ങോട്ട് മാറിയേക്കുവാണ്. ചായ കുടിക്കുക. ചായക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ബന്നേ ഉള്ളൂ. ബന്നും ചായയും കൂടെയാണ് കഴിക്കുന്നത് ഞങ്ങൾ. ഒന്ന് കിടന്നു, ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നു ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാവ വന്നു. ചേട്ടായി ഡ്യൂട്ടിക്ക് പോയി. പിന്നെ എന്നെ ചെയ്യാനാന്ന് ഓർത്തിട്ട് പിന്നെ വേഗം കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ചായ കുടിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ചായ കുടിച്ചത്. പനി കുറവുണ്ട്, എന്നെങ്കിലും ഭയങ്കര ക്ഷീണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.